സമയമായി. ആ, എന്താ നീ ആലോചിച്ചിരിക്കുന്നേ? ആ മമ്മി, നാളെ കോളേജിൽ വനിതാ ദിനത്തിന്റെ ആഘോഷമാണ്. മിസ് പറഞ്ഞു സ്ത്രീകൾ വ്യത്യസ്തരാണെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. മോളെ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നീ വായിച്ചിട്ടില്ലേ? ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു. നീയും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. എന്താ മമ്മി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ക്ലാര, സ്ത്രീ ബലഹീനയല്ല. അവൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ധൈര്യത്തിന്റെയും രൂപമാണ്. മതി മതി, നീ കോളേജിൽ പോകാൻ നോക്ക്. പ്രസിഡന്റ് വന്നല്ലോ. എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? അറിയാം. ഇന്ന് വനിതാ ദിനം. പരിശുദ്ധ കന്യാമറിയവും വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ മദർ തെരേസയും തുടങ്ങിയ വിശുദ്ധരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അവരുടെ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയും കൂടിയാണ്, അല്ലേ? സ്ത്രീകളുടെ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണിത്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിശുദ്ധിയും പരിമളവും സ്ത്രീകളായി നമ്മൾ കൈമുതലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ സഹനം കൊണ്ട് ലോകത്തെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. മദർ വന്നല്ലോ. സ്തുതിയായിരിക്കട്ടെ. അല്ല, എന്താണ് ഇത്ര വലിയ ചർച്ച? മദറേ, ഇന്ന് വനിതാ ദിനമല്ലേ? അതിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോ പറയുന്നത് വായിച്ചിട്ടില്ലേ? സ്ത്രീകൾ എൻ്റെ ഹൃദയത്തോട് അടുത്തവരാണ്, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. മറിയം, മർത്ത, എലിസബത്ത്, അന്ന തുടങ്ങിയവരെ പറ്റി പുതിയ നിയമത്തിലും സാറ, ഡെബോറ, റൂത്ത്, എസ്തർ എന്നിവരെ പറ്റി പഴയ നിയമത്തിലും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് മദറേ. ഈശോയുടെ ഇഷ്ടപ്രകാരം സഭയ്ക്കും കുടുംബത്തിനു വേണ്ടി നല്ല മാതൃകയായി എങ്ങനെയാ ജീവിക്കുക? ഒരു സ്ത്രീയുടെ അനുസരണവും വിശ്വാസവും ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ വലിയ പങ്കുവഹിച്ചു. അതാണ് പരിശുദ്ധമ്മ. സ്നേഹം, പ്രാർത്ഥന, കരുണ ഇവയാണ് നമ്മുടെ ശക്തി. മദറെ, എനിക്ക് മനസ്സിലായി. സ്ത്രീ ബലഹീനയല്ല, അവൾ കുടുംബത്തിന്റെ ഹൃദയമാണ്. സ്ത്രീ അമ്മയാണ്, അധ്യാപികയാണ്, സഹോദരിയാണ്. അതിലുപരി അവൾ ദൈവത്തിന്റെ വിലമതിക്കാനാവാത്ത സൃഷ്ടിയാണ്. എല്ലാ സ്ത്രീകളെയും നമുക്ക് ബഹുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, നല്ല സ്ത്രീയായി ജീവിക്കുക എന്നാൽ അത് ലോകത്തിന് തന്നെ ഒരു അനുഗ്രഹമാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ സമൂഹത്തെ മാറ്റാൻ സാധിക്കും. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സമത്വം എന്നത് കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരു പുതിയ സമൂഹം വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരുന്നു.